സുരേഷിനെ പൊക്കിയത്. പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയെ സുരേഷ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനശ്രമം, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത സുരേഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇയാളൊരു BJP പ്രവർത്തകനാണ് എന്നത് വ്യക്തമാണോ? ഇപ്പോൾ ഏറെ ദിവസം മണിക്കൂറുകളായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. ഒളിവിൽ പഴനിയിലുണ്ടെന്ന വിവരം കിട്ടി. ആലത്തൂർ പോലീസാണോ രാവിലെ പഴനിയിൽ നിന്ന് ഈ സുരേഷിനെ പൊക്കിയിരിക്കുന്നത്? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, തീർച്ചയായും ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ആലത്തൂർ പോലീസാണ് ഇപ്പോൾ സുരേഷിനെ പഴനിയിൽ വെച്ച് പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സുരേഷ് ഇത്തരത്തിൽ ആലത്തൂരിൽ പാടൂർ മേഖലയിൽ ഒരു പുറമ്പോക്കിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ഈ 65 വയസ്സുകാരിയെ അവർക്ക് നേരെ ഒരു അതിക്രമം നടത്തുന്നു. അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും പിന്നീട് അവരെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിക്കുകയായിരുന്നു. ഈ വയോധിക പിന്നീട് നിലവിളിച്ചതോടുകൂടി ആളുകൾ വരികയും പിന്നീട് സുരേഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഇവരുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ വരെ സുരേഷ് ഇവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണ്. ഈ അതിക്രമം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യമായി സുഹൃത്തുക്കൾക്കൊപ്പം ഇയാൾ കാവശ്ശേരിയിലെ പാടൂർ എന്ന് പറയുന്ന മേഖലയിലെ ഒരു അങ്ങാടിയിൽ ഇരുന്ന് മദ്യപിക്കുന്നു. അതിനുശേഷം അവിടുത്തെ DYFIന്റെ ബോർഡുകളെല്ലാം തകർത്തതിന് ശേഷമാണ് ഈ 65-കാരുടെ വീട്ടിലേക്ക് സുരേഷ് എത്തി ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. അവിടുന്ന് പിന്നീട് പരാതിയും പോലീസ് എത്തലും മറ്റ് അന്വേഷണമെല്ലാം ആരംഭിച്ചതോടുകൂടി പിന്നീട് കാവശ്ശേരിയിലെ ഈ ബൂത്ത് പ്രസിഡന്റ് BJPയുടെ ബൂത്ത് പ്രസിഡന്റായിട്ടുള്ള സുരേഷ് അവിടെ നിന്ന് പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണം ഭയന്ന് പിന്നീട് തമിഴ്നാട്ടിലേക്ക് സുരേഷ് ഒളിവിൽ പോവുകയും പഴനിയിൽ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് ആലത്തൂർ പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടി സുരേഷിനെ കണ്ടെത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. BJP പറയുന്നത് സുരേഷ് തങ്ങളുടെ പ്രവർത്തകനോ അംഗമോ ഒന്നുമല്ല എന്നുള്ളതാണ്. പക്ഷേ BJPയുടെ പാടൂരുള്ള അവരുടെ ഫേസ്ബുക്ക് പേജ്, അതായത് BJP പാടൂർ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ സുരേഷ് BJPയുടെ ബൂത്ത് പ്രസിഡന്റാണെന്ന് പറയുന്ന FB പോസ്റ്റുകളെല്ലാം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി BJPക്ക് അത് BJP പ്രവർത്തനമല്ല സുരേഷ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 65-കാരി ചികിത്സയെല്ലാം തേടിയതിനു ശേഷം പിന്നീട് പോലീസിന് കൃത്യമായി തന്നെ മൊഴി നൽകുകയായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സുരേഷിനെതിരെ കേസെടുക്കുന്നത്. വധശ്രമം, പീഡനശ്രമം തുടങ്ങിയുള്ള വകുപ്പുകൾ പ്രകാരം സുരേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇയാളെ ആലത്തൂരിലേക്ക് എത്തിക്കും. ആലത്തൂരിൽ